നമസ്കാരം. 2024 ജൂൺ 23 മുതൽ ജൂൺ 29 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, മറ്റുള്ളവരുടെ സഹായം ലഭിക്കാനും ഇടയുണ്ട്. കടം വാങ്ങിയ തുക ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ അഭിമാനിക്കാൻ അവസരമുണ്ടാകും. എന്നാൽ ദമ്പതി സൗഖ്യം കുറയാം. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ടു പോകാനാകും. പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. നേത്രരോഗങ്ങൾക്കും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക. ഇടവക്കൂർ. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരമുണ്ടാകും. ജോലി ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ധനനേട്ടം. കലാകാരന്മാർക്ക് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. കർമ്മരംഗത്ത് മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. എന്നാൽ പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ആയുധങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുക. മിഥുനക്കൂർ. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ഉദ്യോഗാർത്ഥികൾ കർമ്മരംഗത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദമ്പതി സൗഖ്യം കുറയാം. വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്ക് അത്ര ഗുണപ്രദമല്ല. വീട്, വസ്തു, വാഹനം എന്നിവ വന്നു ചേരാനും അതിനായി ലോണുകൾ സാങ്ഷനാകാനും ഇടയുണ്ട്. കടം വർദ്ധിക്കുന്നതുകൊണ്ട് മനപ്രയാസങ്ങളും ഉണ്ടായേക്കാം. ബന്ധുക്കളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒരു സർജറിക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ദേവിക്ക് ഭാഗ്യസൂക്ത അർച്ചന, മഹാദേവന് ധാര എന്നിവ സമർപ്പിക്കുക. കർക്കിടകക്കൂറ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ പലവിധ ഭാഗ്യാനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുടെ സഹായം കിട്ടാനിടയുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ്. പങ്കാളിയുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും ദൈവാധീനത്താൽ അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ആകും. കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഗുണപ്രദമാണ്. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകാനാകും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. വീഴ്ച, ചതവ് എന്നിവ ഉണ്ടായേക്കാം. വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്കും അത്ര ഗുണപ്രദമല്ല. അധിക ധനച്ചിലവുകൾ വന്നുപെട്ടേക്കാം. ശരീരത്തിന് ക്ഷീണം, നേത്രരോഗങ്ങൾ എന്നിവ അലട്ടാനിടയുണ്ട്. മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിക്കുക. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ആദായം ലഭിക്കുന്നതുമാണ്. അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും. എന്നാൽ അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. സന്താനങ്ങളുമായി യോജിച്ചു പോകാനാകും. വിവാഹം തീരുമാനമാകാനിടയുണ്ട്. പ്രണയിതാക്കളുടെ ഇടയിൽ ചില അസ്വാരസ്യങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ചില അധിക വരുമാനങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. രോഗശമനം ഉണ്ടാകും.
എന്നാൽ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധാലുക്കളായിരിക്കണം. ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുക. കന്നിക്കൂർ, ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം, കർമ്മരംഗത്ത് പ്രതീക്ഷിച്ച ഉയർച്ച തന്നെ ഉണ്ടാകുന്നതാണ്. പ്രൊഫഷണൽസിന് ഗുണപ്രദമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും പ്രണയിതാക്കൾക്ക് പ്രണയം ഊഷ്മളമാകാനും ഇടയുണ്ട്. പങ്കാളിയിൽ നിന്നും ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കാഴ്ചവെക്കാനും ആകും. മറ്റുള്ളവരിൽ നിന്നും സഹായം ലഭിക്കുന്നതാണ്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും. ദമ്പതി സൗഖ്യം ഉണ്ടാകും. ബന്ധുക്കളുമായി അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കണം. ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല, ദേവിക്ക് ചുവന്ന ഹാരം എന്നിവ സമർപ്പിക്കുക. തുലാക്കൂർ, ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഭാഗ്യാനുകൂല്യങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ധനാഗമനം പ്രതീക്ഷിക്കാം. മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ബന്ധുക്കളുമായി യോജിച്ചു പോകാനാകും. അച്ഛനിൽ നിന്നും സഹായങ്ങൾ ലഭിക്കാം. സന്താനങ്ങളുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. നിത്യവൃത്തിയിൽ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ശരീരത്തിന് ക്ഷീണം, നേത്രസംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടായേക്കാം. മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, നിത്യവും വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കേണ്ടതുമാണ്. വൃശ്ചികക്കൂർ, വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ ദൈവാധീന കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. മറ്റുള്ളവരുടെ സഹായം ലഭിക്കും. പ്രണയകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും. എന്നാൽ ഗ്രഹനിലകൾ പരിശോധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. ബിസിനസ്സിൽ നല്ല ശ്രദ്ധയുണ്ടാകണം. ദൈവാധീനത്താൽ തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. എന്നാൽ ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. രോഗശമനം പ്രതീക്ഷിക്കാം. രക്തദൂഷ്യങ്ങൾക്ക് ഇട നൽകരുത്. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രയത്നിക്കേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതായി വരും. കഠിനാധ്വാനത്താൽ ഫലം കാണാനാകും. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക. ധനുക്കൂർ, മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, മറ്റുള്ളവർ തങ്ങളെ സഹായിക്കാനും ഇടയാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. അമ്മയുടെയും പങ്കാളിയുടെയും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കാഴ്ചവെക്കാനും ആകും. എന്നാൽ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങി പുറപ്പെടേണ്ട. ഉദ്യോഗാർത്ഥികൾക്കും നല്ല ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം. രക്തദൂഷ്യങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. മഹാവിഷ്ണുവിന് പാൽപ്പായസം സമർപ്പിക്കുക. മകരക്കൂർ, ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം, ദൈവാധീന കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ധൈര്യപൂർവ്വം മുന്നോട്ടു പോകും. കർമ്മരംഗത്ത് മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമാകാനും ഇടയുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രയത്നിക്കേണ്ടി വരും. ശത്രുശല്യം വർദ്ധിക്കാനിടയുണ്ട്. ഒരു ബന്ധുവിൻ്റെ വിയോഗത്തിനും സാധ്യത കാണുന്നുണ്ട്. കടം അധികരിക്കാനിടയുണ്ട്. ദമ്പതികളുടെ ഇടയിൽ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. ഞരമ്പ് സംബന്ധമായതും ഉദര സംബന്ധമായതുമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, വെറ്റിലമാല എന്നിവ സമർപ്പിക്കുക. കുംഭക്കൂർ, അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം, പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങളും ഉണ്ടാകും. കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം.
സുഹൃത്ത് സഹായം ഉണ്ടാകും. ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. സന്താന ഭാഗ്യത്തിന് ഉതകുന്ന വാരമാണ്. പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ അഭിമാനിക്കാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. എല്ലാം അനുഭവജ്ഞാനമുള്ളവരുമായും കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. പങ്കാളിയിൽ നിന്നും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ ഇടയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. ഹനുമൽ സ്വാമിക്ക് വടമാല സമർപ്പിക്കുക. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. പ്രണയിതാക്കളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതി ഉണ്ടാകുമെങ്കിലും സാധനങ്ങൾ വിട്ടുപിരിയാത്ത അവസ്ഥ വന്നു ചേരാനിടയുണ്ട്. അലച്ചിലുകളും ഉണ്ടാകും. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കണം. സുബ്രഹ്മണ്യ സ്വാമിക്ക് നാരങ്ങാമാല, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക.